നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾക്ക് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കി തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പ് വിവാദം കത്തിപ്പടരുന്നു. കേന്ദ്ര നേതൃത്വം തികച്ചും സൗജന്യമായി നൽകിയ പാർട്ടി പതാകകളുടെ പേരിൽ കോടികളുടെ വ്യാജ ബില്ലുണ്ടാക്കി പണം തട്ടിയെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രചരണ സാമഗ്രികളുടെ പേരിലുള്ള ഈ വലിയ തട്ടിപ്പ് പുറത്തുവരാൻ കാരണമായത് ബില്ലിൽ നൽകിയ GST നമ്പറിലെ അപാകതയാണെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് പാർട്ടിക്കുള്ളിൽ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ട പാർട്ടിയുടെ കൊടി കമ്മിറ്റിയിലെ പ്രമുഖ അംഗങ്ങളിൽ ഒരാളുടെ മൊഴി BJP നേതൃത്വം നേരിട്ട് രേഖപ്പെടുത്തി. അന്വേഷണത്തിന് മുന്നിൽ പതറിയ ഇയാൾ ഒടുവിൽ മാപ്പുസാക്ഷിയാകാൻ തയ്യാറാവുകയും തട്ടിപ്പിന്റെ ചുരുളഴിക്കുന്ന നിർണായക വിവരങ്ങൾ കൈമാറുകയും ചെയ്തു. തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തി വ്യാജ ബില്ലുകൾ നിർമ്മിക്കാൻ നിർബന്ധിച്ച പ്രമുഖരുടെ പേരുകളടക്കം ഇയാൾ വെളിപ്പെടുത്തിയതായാണ് വിവരം. കവടിയാറിലെ ഒരു ഫ്ളാറ്റിൽ വച്ചായിരുന്നു മൊഴിയെടുപ്പ്. മറ്റൊരു മണ്ഡലത്തിലെ പഴയ ഭാരവാഹിയായിരുന്നു തട്ടിപ്പുകൾ വെളിപ്പെടുത്തിയത്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. ശ്രീലേഖയുടെ പ്രചരണത്തിനായി 10,000 കോടികൾ വാങ്ങിയ ഇനത്തിൽ 3.25 ലക്ഷം രൂപയുടെ ബില്ലാണ് കൊടി കമ്മിറ്റി സമർപ്പിച്ചത്. എന്നാൽ ഈ ബില്ലിൽ കാണിച്ചിരുന്ന GST നമ്പർ കേന്ദ്ര ഇന്റേണൽ ഓഡിറ്റിംഗ് സംഘം സമാന്തരമായി പരിശോധിച്ചപ്പോഴാണ് വലിയ ക്രമക്കേട് കണ്ടെത്തിയത്. ബില്ലിൽ രേഖപ്പെടുത്തിയിരുന്ന GST നമ്പർ ഒരു പലചരക്ക് കടയുടേതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. AA ഏജൻസിയുടെ പേരിലായിരുന്നു 3.25 ലക്ഷത്തിന്റെ ബിൽ നിർമ്മിച്ചിരുന്നത്. എന്നാൽ തങ്ങളുടെ സ്ഥാപനം കൊടികൾ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യാറില്ലെന്ന് ഏജൻസി ഉടമയും വ്യക്തമാക്കിയതോടെ കൃത്രിമം പുറത്തായി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലക്കാരനാണ് ഈ വ്യാജ ബിൽ വഴി പണം തട്ടിയെടുക്കാൻ നീക്കം നടത്തിയതെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള പ്രചരണ പതാകകളും ചിഹ്നങ്ങളും ഡൽഹിയിലെ BJP കേന്ദ്ര കമ്മിറ്റിയാണ് സൗജന്യമായി കേരളത്തിലേക്ക് അയച്ചു നൽകിയത്. എന്നിട്ടും ഓരോ മണ്ഡലത്തിലും 10,000 കോടികൾ വീതം സ്വന്തമായി വാങ്ങിയെന്ന് കാണിച്ച് വ്യാജ ബില്ലുകൾ നിർമ്മിച്ച് 1.5 കോടിയോളം രൂപ എഴുതിയെടുത്തതായിട്ടാണ് ഉയരുന്ന പ്രധാന ആരോപണം. ശോഭ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു വ്യക്തിയുമായി അടുത്ത ബന്ധമുള്ള ഭാരവാഹിയാണ് സംശയനിഴലിലുള്ളത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പുനർ ഓഡിറ്റിംഗിലാണ് സാമ്പത്തിക വെട്ടിപ്പിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമായതും. സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയുണ്ടായിരുന്ന അഞ്ജന രഞ്ജിത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു. എന്നാൽ വ്യാജ GST നമ്പറിലൂടെ പുറത്തുവന്ന തട്ടിപ്പിൽ കൂടുതൽ വലിയ സ്രാവുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമായതോടെയാണ് കൊടി കമ്മിറ്റി അംഗത്തിന്റെ മൊഴി നേരിട്ടെടുക്കാൻ നേതൃത്വം നിർബന്ധിതരായത്. ഇത് കേവലം പതാകകളുടെ ബില്ലിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ദേശീയ നേതാക്കൾ കേരളത്തിലെത്തിയപ്പോൾ ആഡംബര ഹോട്ടലുകളിൽ ബുക്ക് ചെയ്ത മുറികളുടെ വാടക 2-3 ഇരട്ടിയായി കാണിച്ചും സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട്. പ്രചരണത്തിനായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിൽ സഞ്ചരിച്ച മണിക്കൂറുകൾ കൂട്ടിക്കാണിച്ച് ലക്ഷങ്ങൾ തട്ടിയതായും ഇന്റേണൽ ഓഡിറ്റർ കണ്ടെത്തി. അന്വേഷണത്തിൽ നിലവിൽ 12 കോടി രൂപയുടെ തട്ടിപ്പ് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തു വന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ചുരുങ്ങിയത് 47 മണ്ഡലങ്ങളിൽ ഫണ്ട് വകമാറ്റിയതായി തെളിഞ്ഞിട്ടുണ്ട്. മണ്ഡലങ്ങളിൽ തുക വിതരണം ചെയ്യാൻ ചുമതലപ്പെട്ടവർ തട്ടിപ്പ് നടത്തി കണക്കുകൾ മുക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് കോടികൾ വെട്ടിച്ച് BJP ഭരണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലെയും സ്വന്തം ബാധ്യതകളും വായ്പകളും ഒറ്റത്തവണയായി അടച്ചു തീർത്ത നേതാക്കളുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പണം നിറച്ച ബാഗുമായി ഒരു പ്രവർത്തകൻ എടുത്ത സെൽഫി കൂടി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മറുപടിയില്ലാത്ത അവസ്ഥയിലാണ് പാർട്ടി കേന്ദ്രങ്ങൾ. ഇയാളും നടപടി നേരിട്ട സംസ്ഥാന സമിതി അംഗത്തിന്റെ വിശ്വസ്തനായിരുന്നു.